ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാമ്പാറും എൻ്റെ കുറച്ച് ഓർമ്മകളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ സാമ്പാർ എന്ന് പറയുന്നത് പണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാതിരുന്നൊരു കറിയാണ്. പക്ഷേ എനിക്കിപ്പം ഭയങ്കര ആത്മബന്ധമുള്ളൊരു കറിയാണ് സാമ്പാർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സാമ്പാർ. പല ടൈപ്പ് സാമ്പാർ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ കാണുന്ന സാമ്പാർ എന്ന് പറഞ്ഞാൽ ബീട്രൂട്ട് ആഡ് ചെയ്ത സാമ്പാറാണ് കേട്ടോ. ഒരു ബീട്രൂട്ട് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില സമയത്ത് ബീട്രൂട്ട് അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു ടൊമാറ്റോയും ഉള്ളിയും വച്ച് മാത്രം നമുക്ക് സാമ്പാർ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഈ സാമ്പാർ എപ്പോഴും ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഭയങ്കര യൂസ് അല്ലേ, എന്തോരം പച്ചക്കറി അതിൽ ആഡ് ചെയ്യാം, എന്തോരം ഗുണങ്ങളാണ് നമ്മളൊരു സാമ്പാർ കഴിക്കുമ്പോൾ കിട്ടുന്നത്. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഒരു ദിവസം സാമ്പാർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര നേരം സാമ്പാർ എടുക്കാം അല്ലേ. ആ ചോറിൻ്റെ കൂടെ പോവും, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ പോവും, ഡിന്നറിൻ്റെ കൂടെ പോവും. അത്രയും എന്താ പറയുക, യൂസ്ഫുൾ ആയിട്ടൊരു കറി എനിക്ക് തോന്നിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, അത്രയ്ക്ക് യൂസാണ് ആ കറി എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ സാമ്പാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഡിമാൻഡ് ഒന്നുമില്ല അതിനല്ലേ. എന്ത് പച്ചക്കറി വേണമെങ്കിലും അതിലിട്ടാലും അതിന് നമുക്കൊരു സാമ്പാറാക്കി എടുക്കാം. പിന്നെ മാത്രമല്ല, ഇപ്പോൾ നാളെ കുറച്ച് പച്ചക്കറി ചീത്തയാവണമെന്ന് വെച്ചോ, ഒരു സാമ്പാർ ഉണ്ടാക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അത്രയും എന്താ പറയുക, ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു കറിയാണ് സാമ്പാർ എന്ന് പറയുന്നത്. അപ്പം ഞാനിങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ, പണ്ട് ആരായി സാമ്പാർ കണ്ടുപിടിച്ചത്, എന്ത് കണ്ടുപിടുത്തതല്ല ക്രിയേഷനാണ് എന്നൊക്കെ ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഗ്രേറ്റ്ഫുള്ളാണ് എനിക്ക് ആ കണ്ടുപിടിച്ച ആളോടത്ത് പറയാനുള്ള.